നമ്മുടെ വാഹനത്തിലെ ഫ്യൂൽ ബേൺ ചെയ്തിട്ടുണ്ടാവുന്ന കാർബൺ ഡെപ്പോസിറ്റ്സിനെ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എഞ്ചിൻ ഡീകാർബണൈസിംഗ് എന്ന് പറയുന്നത്. മെയിൻലി ഫ്യൂല് ബേൺ ചെയ്യുന്ന ഭാഗത്ത് തന്നെയാണ് പിന്നീട് ഇത് എക്സോസ്റ്റ് ചെയ്യുമ്പോൾ എക്സോസ്റ്റ് വാൽവ്, എക്സോസ്റ്റ് പൈപ്പ്, എക്സോസ്റ്റ് മാനിഫോൾഡ്, EGR ഇന്റർകൂളർ, ഇൻലെറ്റ് മാനിഫോൾഡ് എന്നീ ഭാഗങ്ങളിൽ കൂടി പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന കാർബൺ ഡെപ്പോസിറ്റ്സ് നമ്മുടെ വാഹനത്തിന് ഉണ്ടാവുന്ന മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് എഞ്ചിന്റെ ലൈഫ് തന്നെയാണ്. അത് പകുതിയായിട്ട് കുറയുന്നു. അതുപോലെ തന്നെ മൈലേജ് ഡ്രോപ്പ്, പവർ ഡ്രോപ്പ്, ബ്ലാക്ക് സ്മോക്ക് എമിഷൻസ്, അതിൽ തന്നെ പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽ ആവുക, അതുപോലെ എഞ്ചിന്റെ അൺവാണ്ടഡ് ആയിട്ടുള്ള നോക്കിങ്സ്, വൈബ്രേഷൻസ് ഇതൊക്കെയാണ്. ഒരു പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ ആദ്യത്തെ 30,000 കിലോമീറ്ററിലും ഒരു ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ ആദ്യത്തെ 20,000 കിലോമീറ്ററിലാണ് ആദ്യമായിട്ട് നമ്മൾ എഞ്ചിൻ ഡീകാർബണൈസിംഗ് സർവീസ് ചെയ്യേണ്ടത്. പിന്നീട് ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള എഞ്ചിൻ ഓയിൽ സർവീസിന്റെ കൂടെയാണ് എഞ്ചിൻ ഡീകാർബണൈസിംഗ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോ നിങ്ങളുടെ വാഹനം ആദ്യ സർവീസ് പീരീഡ് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡീകാർബണൈസിംഗ് ഗാരേജ് കൂടെ തന്നെയുണ്ട്. എഞ്ചിൻ ഡീകാർബണൈസിംഗിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും സർവീസ് ബുക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്കെഡ്യൂൾഡ് ആൻഡ് മെയിന്റനൻസ് സർവീസിനും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാൻ ആരും മറക്കണ്ട. അടുത്തൊരു ടെക്നിക്കൽ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം. സോ സ്റ്റേ ട്യൂൺ ആൻഡ് ഡു ഫോളോ. ബൈ.